ഇപ്പോൾ ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി.ആർ. അനിൽ നമുക്കൊപ്പം ടെലിഫോണിൽ ചേരുന്നു. സംസ്ഥാനത്ത് മറ്റന്നാൾ മുതൽ റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് മന്ത്രിയെ നമ്മൾ ടെലിഫോണിൽ വിളിച്ചത്. നമസ്കാരം മിനിസ്റ്റർ. ശരിക്കും ഈ സമരം ഒത്തുതീർപ്പാക്കാൻ നിങ്ങൾ മന്ത്രി ജി.ആർ. അനിലും അതുപോലെ ധനമന്ത്രി കെ.എൻ. ബാലഗോപാലും കാര്യമായി പ്രവർത്തിച്ചില്ല എന്ന രീതിയിൽ ഒരു ആക്ഷേപം ജോണി നെല്ലൂർ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. താങ്കളുടെ മറുപടി? ഈ വിഷയത്തിൽ വളരെ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമമാണ് ഗവൺമെന്റ് നടത്തിയത്. സാധാരണക്കാരുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള റേഷൻ ഷോപ്പുകൾ അനിശ്ചിതകാലമായി അടച്ചിടുന്ന ഒരു സമര രീതിയിലേക്ക് പോകരുത് എന്ന് അവരോട് അഭ്യർത്ഥിക്കുകയുണ്ടായി. എന്ന് മാത്രമല്ല, അവർക്ക് നൽകാവുന്ന എല്ലാ സഹായവും എല്ലാ ആനുകൂല്യങ്ങളും നൽകാൻ കഴിയുന്ന തരത്തിലുള്ള നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്. കഴിഞ്ഞ 24 വർഷമായി ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ഒരു പരിഗണനയും ഒരു ഗവൺമെന്റും കൊടുക്കാതിരുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ആ ക്ഷേമനിധിയുടെ നിലവിലുള്ള എല്ലാ ആനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ അതിലേക്ക് വരുമാനം എത്തിക്കാനുള്ള ഒരു പരിശ്രമം, ഒരു വർഷം 4.25 കോടി രൂപ അതിനെ മാറ്റിവെക്കുന്ന തരത്തിലുള്ള ഒരു തീരുമാനമടക്കം ഇത്തവണ സ്വീകരിക്കുകയുണ്ടായി. അതുകൊണ്ട് ഞാൻ അതിനിടയിൽ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ ഗവൺമെന്റിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇവർക്ക് കൊടുക്കാനുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിന് തടസ്സമാകുന്നു എന്നാണ് ഈ റേഷൻ വ്യാപാരികളെ പരാതി പറയുന്നത്. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് കാർഡ് ഉടമകളെയൊക്കെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു സമരമാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യമായി ചോദിക്കുന്നത്. അറിയാൻ വേണ്ടി അവർക്ക് കൊടുക്കാനുള്ള ഒരു ആനുകൂല്യവും ഇനി നിലവിൽ പെൻഡിംഗ് ഇല്ല. പുതിയ വേതന വർധനവിന്റെ വിഷയം ചർച്ച ചെയ്യാമെന്ന് ഞാൻ ഇന്നലെ അവരോട് തീർത്ത് പറയുകയുണ്ടായി. പുതിയ വേതന വ്യവസ്ഥയാണ്, അല്ലാതെ നിലവിലുള്ള സാഹചര്യങ്ങളിലെ കുടിശ്ശികയോ ആനുകൂല്യങ്ങളോ കൊടുക്കേണ്ടുന്ന വിഷയമില്ല. തെറ്റിദ്ധരിപ്പിക്കുന്ന വർത്തമാനത്തിലേക്ക് കൊണ്ടുപോകരുതെന്ന് ഞാൻ അവരോട് അഭ്യർത്ഥിച്ചു. അത് സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് അവർ സമരത്തിൽ നിന്ന് പിന്മാറുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ. അല്ല മിനിസ്റ്റർ, അവർക്ക് ഉള്ള പുതിയ ആനുകൂല്യം കൊടുക്കാനുള്ളൊരു കാലം എങ്ങനെയാണ് അങ്ങ് മനസ്സിൽ കരുതിയിരിക്കുന്നത്? ചർച്ച ചെയ്ത് താങ്കളൊക്കെ അറിയാമല്ലോ, പുതിയ ഒരു ആനുകൂല്യത്തെ സംബന്ധിച്ച് ചർച്ചയാകാം എന്ന് മന്ത്രി എന്ന നിലയ്ക്ക് ഞാൻ ഉറപ്പ് കൊടുത്തു. ആ ചർച്ചയ്ക്ക് ശേഷമല്ലേ നമുക്ക് അതിനെന്താണോ തീരുമാനമാകുന്നത് കൊടുക്കേണ്ടെന്ന ഡേറ്റ് പറയേണ്ട കാര്യമുള്ളൂ. ഇന്ന് ചർച്ച നടക്കുന്നുണ്ടോ? അല്ലല്ല, ഞാൻ അവരോട് പറഞ്ഞത് പുതിയ വേതന വർധനവിന്റെ വിഷയം ചർച്ച ചെയ്യാം. അവർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. പുതിയ വേതന വ്യവസ്ഥയുടെ വിഷയമാണ്, നിലവിലുള്ള വേതനത്തിന്റെ കുടിശ്ശികയല്ല. എന്തായാലും മന്ത്രി ജി.ആർ. അനിൽ, താങ്കളുടെ തിരക്കിനിടയിൽ ഇപ്പോൾ നമുക്കൊപ്പം ചേർന്ന് നന്ദി. അതേസമയം നമ്മുടെ സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമാണല്ലോ ഈ റേഷൻ വിതരണം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമരം ഒഴിവാക്കാൻ താങ്കളുടെ ഭാഗത്ത് നിന്ന് പരമാവധി ശ്രദ്ധയുണ്ടാകണം എന്നാണ് ഞങ്ങളുടെ ഒരു റിക്വസ്റ്റ്. അതെ 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 അതെ. താങ്ക് യു മിസ്റ്റർ ജി.ആർ. അനിൽ. ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി.ആർ. അനിൽ നമുക്കൊപ്പം ചേരുകയായിരുന്നു.